എന്റെ പോലെ ട്രാൻസ്ഫർ അവനെ സ്കൂളിൽ പോയി. അപ്പോൾ മണിച്ചേട്ടൻ അമ്മ പോലെ ആയിരുന്നു ചേച്ചി. വെബോക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പട്ടാമ്പിയിൽ നിന്ന് ചാലക്കുടിയിലേക്കാണ്. ചാലക്കുടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഒരു ആളുടെ മുഖം ഓർമ്മ വരുമായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരൊറ്റ ചിരി കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച, ആദ്യമൊരു ഓട്ടോ ഡ്രൈവറായും പിന്നീട് മിമിക്രി വഴി സിനിമയിൽ എത്തിപ്പിടിക്കുകയും അവിടുന്ന് അങ്ങോട്ട് ധാരാളം സിനിമകളിൽ ഒരു ഹാസ്യതാരമായും പിന്നീട് സഹനടനായും നായകനായും വില്ലനായും എല്ലാം തിളങ്ങിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മണിച്ചേട്ടൻ്റെ നാട്ടിലേക്കാണ്. അപ്പം നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് മണിച്ചേട്ടൻ്റെ നാടായ ചാലക്കുടി, അതുപോലെ മണിച്ചേട്ടൻ്റെ വീട്, പിന്നെ മണിച്ചേട്ടനെ അന്തിയുറങ്ങുന്ന മണ്ണ്, ഈ 3 സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. വാ, ചോദിച്ച് പോവാം. ഹൈവേയിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് പോകണം. നമ്മളിപ്പോൾ ചാലക്കുടി എത്തി. മണിച്ചേട്ടൻ്റെ സ്വന്തം നാടായ ചാലക്കുടി എത്തി. മണിച്ചേട്ടൻ്റെ ഓരോ പാട്ടുകളിലൊക്കെ എപ്പോഴും ചാലക്കുടിയെക്കുറിച്ചൊക്കെ പരാമർശിക്കാറുണ്ട്. ഇതാണ് മണിച്ചേട്ടൻ്റെ ഏരിയയിലേക്കുള്ള വഴി വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകത്തിൻ്റെ മുൻപിലാണ്. നമുക്ക് പലരും അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പരാമർശിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ചില രസകരമായ കഥകളൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തി ചില പ്രോഗ്രാമിൽ അച്ഛനെയും അമ്മയൊക്കെ ബന്ധപ്പെടുത്തി ഓരോ പരാമർശങ്ങൾ നടത്തുന്നത് നമുക്ക് നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എന്നേക്കുമുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശില്പം കൊത്തിയിട്ടുള്ള ഒരു ഫലകടക്കാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ കെട്ടിടത്തിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കല സംബന്ധമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അനിയൻ നൃത്തം പഠിപ്പിക്കുന്നത്, അതുപോലെ പാട്ട് പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കലാഭമണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു 100% പെർഫെക്റ്റ് കലാകാരനാണ്. അഭിനയമാണേലും പാട്ടാണേലും മിമിക്രി ആണേലും എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയിട്ടുണ്ടാവുക ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരിക്കും. തൻ്റെ അച്ഛൻ്റെയും അമ്മയോടും കുറിച്ചിട്ട് എല്ലാവരും ഓർക്കുന്നതിനും അദ്ദേഹത്തിന് അവരോടുള്ള ആ കടപ്പാടും നന്ദിയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ കലാസൃഷ്ടി അച്ഛൻ്റെയും അമ്മയുടെയും പേർക്കാണ് സ്മാരകമാക്കി നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കലാഭവൻ മണിച്ചേട്ടൻ്റെ കാരവൻ്റെ ഫ്രണ്ടിലാണ്. ഒരു ട്രാവലറാണ്, അതിൻ്റെ പേര് ബെൻ 100 എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്കോർപ്പിയോക്കും പേര് ബെൻ 100 എന്നായിരുന്നു. 100 എന്ന നമ്പറിനോട് കലാഭവൻ മണിച്ചേട്ടന് ഒരു പ്രത്യേക അടുപ്പുണ്ടായിരുന്നു. വാഹനങ്ങളുടെ എല്ലാം നമ്പർ പ്ലേറ്റിലെ നമ്പർ 100 ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിട്ടുള്ള വാഹനമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള സ്മാരകത്തിൻ്റെ മുൻപിൽ തന്നെ ഈ വണ്ടി സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഇതിവിടുന്ന് ഇപ്പോൾ എടുക്കാറില്ല എന്നാണ് നമുക്കിതിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഇതും ചിലപ്പോൾ നമ്മളിതേപോലെ മണിച്ചേട്ടനെ കുറിച്ച് അറിയാൻ വരുന്നവർക്കുള്ള ഒരു ഓർമ്മക്കുറിപ്പായിട്ട് നിർത്തിയിരിക്കുന്നതാവാം. ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ശില്പം നിർമ്മിക്കപ്പെട്ടതാണ്. ശരിക്കൊരു ജീവൻ തുടിക്കുന്ന ഫീലാണ് ഈ പ്രതിമയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ആ ആകാരഭംഗിയും വടിവെല്ലാം കറക്റ്റായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഡാവിഞ്ചി സുരേഷാണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൂടാണ്ട് ഇവിടെ ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ, ചെഗുവേര, ശ്രീ രാഘവൻ തിരുമുൽപ്പാട് തുടങ്ങിയ പ്രമുഖരുടെ മുഖം കൂടെ കൊത്തിവെച്ചിട്ടുണ്ട്.
ഈ സ്മാരകം സന്ദർശിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്. പേരെന്തായിരുന്നു? ഞങ്ങളുടെ സ്ഥലം എവിടെയാണ്? ആലപ്പുഴ ജില്ല ചേർത്തല. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഈ സ്മാരകങ്ങളൊക്കെ കാണാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ? മണിച്ചേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആരാധനയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അതുപോലെ നാടൻ പാട്ടുകളൊക്കെ ആയിരിക്കും ഇതിനുള്ള കാരണമായിരിക്കും. അപ്പോൾ ശരി, ബാക്കി കണ്ടോളൂ. എല്ലാം പോയല്ലോ പാടി. ഓക്കെ ശരി കേട്ടോ. മോനെ പാടിക്ക് എങ്ങനെ പോവാ? ഓക്കെ. ഇവിടെ ഏത് കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും നമുക്ക് മണിച്ചേട്ടൻ്റെ എല്ലാ വിവരങ്ങളും അറിയാം. കാരണം അത്രയും ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. ഇതാണ് പാടിയുടെ മുൻവശം വരുന്നത്. ഇവിടെ മണിച്ചേട്ടൻ്റെ ധാരാളം ഫ്ലക്സുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറയുന്ന പ്ലേസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തുകൂടാൻ പറ്റിയൊരു സ്പേസ് നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ. അതുപോലെ മണിച്ചേട്ടൻ തൻ്റെ കൂട്ടുകാരായിട്ട് സമയം ചെലവഴിച്ചിരുന്നതും, അതുപോലെ അദ്ദേഹം തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തിരക്കുകൾക്ക് ഇടയിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കൂട്ടുകാരായിട്ട് വന്ന് വിശ്രമവേളകൾ ചെലവഴിച്ചിരുന്നത് ഈ പാടിയിലാണ്. ഇതിൻ്റെ തൊട്ടു ബാക്കിലാണ് നമ്മുടെ ചാലക്കുടി പുഴ. ഈ പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ ധാരാളം മരങ്ങളാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 മണിയാണ് ഉച്ചയ്ക്ക്. പക്ഷേ ഇവിടെ ഒരു വെയിലോ അല്ലെങ്കിൽ ചൂടോ ഒന്നുമില്ല, ഭയങ്കര തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ്. ധാരാളം മരങ്ങൾ ചുറ്റുള്ളത് കൊണ്ടാണ് എന്താ പറയുക, ഒരു വെയിലിൻ്റെ രശ്മികൾ പോലും ഇവിടേക്ക് വരുന്നില്ല. ഒരു വൈകുന്നേരത്തിൻ്റെ ഒരു എഫക്റ്റാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, ഞാനിത് കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെന്ന് കേട്ടിട്ടുണ്ട്. അത് പിന്നീട് അദ്ദേഹം വാങ്ങിയെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്, മണിച്ചേട്ടന് ഈ സ്ഥലത്തിനോടെല്ലാം എത്ര ഇഷ്ടമുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുള്ള അദ്ദേഹത്തിന് മണ്ണ് അതുപോലെ പച്ചപ്പ് ഇതിനോടൊക്കെ നല്ല താല്പര്യമുള്ള വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഇത്രയും തോന്നെ മരങ്ങളും ഇത്രയും പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ അദ്ദേഹം തൻ്റെ ഒരു വിശ്രമ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണസമയത്തിൻ്റെ തൊട്ട് മുൻപൊക്കെ അദ്ദേഹം ചെലവഴിച്ചിരുന്നത് ഈ പാടിയിലാണ്. ഇവിടുന്ന് വെയ്യാണ്ടായിട്ടാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി. ഇവിടെ വെള്ളപ്പൊക്കത്തിൽ ഇത് നശിച്ചതാണ്. മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ്. ഇവിടെ അപ്പോൾ നമുക്ക് പഴയൊരു ഫാനൊക്കെ കാണാം. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതായിരിക്കണം. ഭയങ്കര പച്ചപ്പാണ് ഇവിടെ മൊത്തം. കിളികളുടെ ശബ്ദമൊക്കെ മാത്രമേ ഉള്ളൂ, ഒരു അനാവശ്യമായിട്ടുള്ളൊരു ബഹളകോലാഹലങ്ങളൊന്നുമില്ല. പാടിയോട് ചേർന്ന് തന്നെ നമുക്കൊരു മറ്റൊരു കെട്ടിടം കൂടെ കാണാം. ഇതും പ്രളയത്തിൽ നശിച്ചതാണെന്ന് തോന്നുന്നു. ഉള്ളിലായിട്ട് പഴയകാലത്തൊരു TV നമുക്ക് കാണാം. പാടിയുടെ തൊട്ടു പുറകിലായിട്ടാണ് നമ്മുടെ ചാലക്കുടി പുഴ ഒഴുകുന്നത്. ഇവിടെ മണിച്ചേട്ടൻ ഈ വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാൻ തന്നെ പ്രധാന കാരണം ഈ ചാലക്കുടി പുഴയുടെ ഭംഗി തന്നെയാണ്. നമുക്ക് അവിടേക്കൊന്ന് ഇറങ്ങി നോക്കാം. മണിച്ചേട്ടൻ ഇവിടെ വെച്ചിട്ടായിരിക്കണം തൻ്റെ നാടൻ പാട്ടുകളൊക്കെ രചിച്ചിട്ടുണ്ടാവേണ്ടത്. കാരണം അത്രയും ഭംഗിയാണ് ഈ ചാലക്കുടി പുഴ. ശരിക്കും ഒരു സുന്ദരിയായിട്ട് തന്നെ ഒഴുകുന്നുണ്ട്. നല്ലൊരു തണുപ്പ് തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ദൂരെയായിട്ടൊരു പാലം കാണുന്നുണ്ട്.
ചേട്ടാ മണിച്ചേട്ടൻ്റെ വീടൊക്കെ എങ്ങനെ? നമ്മളിപ്പോൾ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ മുൻവശത്തെത്തി. 2 ഗേറ്റാണ് ഇപ്പോൾ ഈ വീടിന് കാണാനുള്ളത്. ഒരു ഇരുനില വീടാണ്. ഇതാണ് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ പേര്. മണിക്കൂടാരം എന്നാണ് വീടിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരുപാട് വീടുകളുണ്ട്. അതിൽ പലതും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പേര് ഈ മണിക്കൂടാരം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല. ഇതാണ് വീടിൻ്റെ പ്രധാന കവാടം വരുന്നത്. 2 ഗേറ്റുകളാണുള്ളത്. അതിൽ മെയിൻ ഗേറ്റ് വരുന്നത് ഇതാണ്. ഈ ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്. നമുക്ക് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ വീടിൻ്റെ മുൻവശം കാണാം. ഇവിടെ ഒരു സ്കൂട്ടി കിടക്കുന്നുണ്ട്, സ്കൂട്ടി സ്ട്രീക്ക്. അതിൻ്റെ നമ്പർ വരുന്നത് 100 ആണ്. മണിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള നമ്പറാണ് 100. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളുടെയും നമ്പർ 100 ആയിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹത്തിന് സ്കൂളിലോ മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് വണ്ടിക്കെങ്കിലും 100 കിട്ടട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ കടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇവിടെ മുന്നിലായിട്ടിപ്പോൾ ഒരു ചിത്രം കാണുന്നുണ്ട്. ഒരു ഫ്രെയിം ചെയ്ത് വെച്ചൊരു ചിത്രം ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ വശത്തായിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഡെയ്സി ചേച്ചി അല്ലേ? അപ്പോൾ ഇത് നമ്മളെ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് ഡെയ്സി ചേച്ചി. ചേച്ചി ഒന്ന് ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കും നമ്മുടെ പ്രേക്ഷകരായിട്ട്. ചേച്ചിക്ക് എന്തൊക്കെ മണിച്ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു ചേച്ചിയുമായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെ ഉള്ള? ആ ചേച്ചിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണോ? എന്റെ വീട് എന്നിട്ട് പിന്നെ എന്റെ വീടാണ് എന്റെ വീട്. എന്റെ കെട്ടിയാണ് ആ പാട്ട് പഠിച്ചത്. മണിച്ചേട്ടനെ നാടൻ പാട്ട് പഠിപ്പിച്ചല്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു പാട്ട് പഠിപ്പിച്ചത്? എന്റെ പേര് ജോഷി. അപ്പൊ അവിടെ തന്നെ കളിച്ചു വളർന്നതൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലായിരിക്കും. മണിക്ക് ചോറ് വാരി കൊടുത്തും എന്റെ അമ്മക്ക് അവർക്ക് പാകില്ല. എന്റെ മോന്റെ ട്രാൻസ്ഫർ അവനെ സ്കൂളിൽ പോയി. അപ്പൊ മണിച്ചേട്ടന് അമ്മ പോലെ ആയിരുന്നു ചേച്ചി. പോലീസുകാരും കൂടി വേഗം കടിച്ചു വിട്ട് അവൻ മരിച്ചിട്ട് ശവന ഒരാൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് പറഞ്ഞ അമ്മയ്ക്ക് മണിക്ക് ചോറ് വാരി കൊടുത്ത അമ്മയാണ് വളർത്താമ്മയാണ് പറഞ്ഞിട്ട് എന്നെ കടിച്ചു. നാട്ടുകാരായിട്ടൊക്കെ നല്ല അടുപ്പായിരുന്നു. കളിയും പാട്ടും ഒക്കെ അവൻ പോയതിന് ശേഷം കൂടെ പറഞ്ഞാണായില്ലേ. എന്താ വെച്ചാല് പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ നന്നായിട്ട് കളിക്കട്ടെ എല്ലാവർക്കും. എല്ലാത്തിനും ഈ ഓണത്തിന് അവൻ എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കൊടുക്കും. കുട്ടികൾക്ക് പഠിക്കുന്ന കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഡ്രസ്സ് ഭക്ഷണം അട്ടപ്പാടിയിൽ കൊണ്ടുപോകും. പിന്നെ അതിൽ പുളി കൊണ്ടുപോകും ഭക്ഷണം വെച്ചു. മണിച്ചേട്ടന് പാവപ്പെട്ട രീതിയിൽ വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും നാട്ടുകാർക്ക് നല്ല ബന്ധവും സഹായമൊക്കെ ഉണ്ടാവും. പട്ടിണി കുറെ കിടന്ന് വളർന്നതാണ്. അതിനുശേഷം തൊട്ട വീട്ടിലത്തെ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ഓട്ടോറിക്ഷ ഇഷ്ടം മേടിച്ചു കൊടുത്തിട്ട് അവന് ഓടിക്കാൻ കൊടുത്തു. അതാണ് ദൈവമാണ്. ആ ഓട്ടോ വേണം അവൻ രക്ഷപ്പെട്ടു വന്നത്. ഓട്ടോന്ന് വെച്ചാൽ ഇനി മണിക്ക് കളവില്ല. ഡ്രൈവറായാലും അവനൊന്നുമില്ല. അതിനാകെ ഒരു വണ്ടി പഠിക്കുമ്പോൾ ഒരു ഉണ്ടം ഒരു ചായം വേണം. അതുകൊണ്ട് ഞങ്ങളുടെ കടന്ന് മേടിക്കാൻ മോളും മണിയുടെ മോളും ഭാര്യയും പാലയിലാണ് ഡോക്ടറേയും പഠിക്കാൻ പോയിട്ടുണ്ട്. 18 ഇതിൽ 18 വെള്ളം വന്നില്ലേ? 2018 വെള്ളമൊക്കെ സാറായി എത്തിവിഞ്ഞി. അപ്പോഴാണ് ഇവിടെ ഒക്കെ വണ്ടികളും സാധനങ്ങളൊക്കെ ആയ പോയി അത് രണ്ടാമതൊക്കെ വന്നേക്കേണ്ടത്. അതാണ്. പിന്നെ അതിന് ശേഷം താമസിച്ചില്ല. താമസം ഉണ്ടാവും. എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ഥലത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്തോ ഒരു കാണുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ്. അദ്ദേഹം നമ്മളെ വിട്ട് പോയെങ്കിലും അദ്ദേഹത്തിന് നല്ല സിനിമകളിലൂടെയും നല്ല പാട്ടുകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയൊക്കെ അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ള പോലെ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവുകളും
അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും എല്ലാം പകർന്നു കിട്ടട്ടെ. വളരെയധികം ഇല്ലായ്മകളിൽ നിന്നും ദാരിദ്ര്യങ്ങളിൽ നിന്നും തൻ്റെ കഴിവിലൂടെയും അതുപോലെ അധ്വാനത്തിലൂടെയും മുന്നേറുമെന്ന അദ്ദേഹം നമുക്കും ഇനി വരാൻ പോകുന്ന എല്ലാ തലമുറകൾക്കും വലിയൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. കാരണം നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ പിന്തുടരുകയും അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നമുക്ക് അതൊക്കെ ആ ലക്ഷ്യം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് മണിച്ചേട്ടൻ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലം തന്നെ നമുക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക മണിച്ചേട്ടനാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഒരാളുടെ പേരിൽ ആ നാടന്നെ എല്ലാവരും ഓർക്കുക എന്ന് പറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൻ്റെ ശൈലി അത്രയും നല്ലതായതുകൊണ്ട് മാത്രമായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നാട്ടിൽ ഈ ചാലക്കുടിയിൽ പരിചയപ്പെട്ട എല്ലാവർക്കും മണിച്ചേട്ടനെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും സഹായിയാണ്, എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓർക്കാൻ തന്നെ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. മൈക്കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ മൈക്കുച്ചാണ്ട് പാണം കത്തണുമാ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ. ഇത് ചേട്ടൻ്റെ വണ്ടിയാണല്ലേ? അപ്പോൾ മണിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ഒരാളാണ്. ജ്യേഷ്ഠൻ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സഹായവും കാര്യങ്ങളൊക്കെ. അപ്പോൾ മണിച്ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയാം, അതായത് നിങ്ങളായിട്ടുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എന്ത് സഹായം വന്നാലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓടി വന്ന് അത് ചെയ്തു തരും. കോട സ്റ്റാൻഡിൽ അങ്ങനെ ഭയങ്കര ഒരു ഞങ്ങളുടെ വലിയ ആളായിട്ട് തന്നെയാണ്. അവിടെ ഒരു കണക്കുടി മൊത്തം ആളങ്ങനെയാണ്. ഉത്സവമായാലും പെരുന്നാളായാലും അമ്പലമായാലും പള്ളികളായാലും ആള് ഓടി വന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരും. ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലേ, എല്ലാവരും സഹായിക്കും. ആസിഫിക്കേസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾ ഓടി വന്ന് കൂടെ വന്ന് ആൾ ചെയ്തു തന്നിട്ട് പോകുള്ളൂ. പൈസ കൊണ്ടുള്ള സഹായവും അങ്ങനെ എല്ലാവർക്കും വലിയ കാര്യമാണ്. വലിയൊരു ആരാധനയുള്ള ഒരു. അതുകൊണ്ട് തന്നെയാണ് ചാലക്കുടിക്കാർക്ക് ഇത്തരം മണിയോട് ഇത്ര ഇഷ്ടമല്ലേ മണിച്ചേട്ടനോട്? ഞങ്ങളെപ്പോഴും ആളുടെ ഓർമ്മയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാവരും. നമ്മളിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോഴും നമുക്ക് മണിച്ചേട്ടൻ്റെ ഓർമ്മകളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. പച്ചപ്പിന് ധാരാളം ഇഷ്ടപ്പെട്ട ആളായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മണിച്ചേട്ടൻ. ഇനി മലയാള സിനിമയിൽ ആരെല്ലാം വന്നാലും പോയാലും മണിച്ചേട്ടന് ഒരിക്കലും ഒരു പകരക്കാരനുണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള മികച്ച പിന്തുണയ്ക്ക് ആദ്യം തന്നെ ഞാൻ വലിയൊരു നന്ദി വീണ്ടും പ്രകാശിപ്പിക്കുകയാണ്. കാരണം എന്തെന്നാൽ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം നന്ദി. ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മണിച്ചേട്ടന് വേണ്ടിയുള്ള ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ വെബ് ബോക്സ് മലയാളം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ്.